He may be an acclaimed director. He can be, somebody who's very. അരിയും മൂഞ്ചി മണ്ണെണ്ണയും മൂഞ്ചി. അണ്ണൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നല്ല പ്രായമില്ലേ? പൈസ കൊടുത്തെല്ലാം പോയാൽ പോരായിരുന്നു അന്ന്. കേരളത്തിൽ വിളിച്ചു കയറ്റി തന്നെ പരിപാടി ചെയ്യണം. പിന്നെ വേറൊരു കേസ് കേട്ടാ, പരസ്പര ഇഷ്ടത്തോടെ ചെയ്തിട്ട് പിന്നെ കൊണ്ട് പരാതി ഇട്ട് കൊടുത്തതാണോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് അത് അന്വേഷിക്കണം. നമുക്ക് തീർത്തു ഇത് വാവ് രഞ്ജിത്ത് അണ്ണൻ ഹേറ്റേഴ്സ് അല്ലെ രഞ്ജിത്ത് അണ്ണൻ അങ്ങനെ തന്നെ വേണം എന്ന് പറയാൻ പറ്റത്തില്ല. പരസ്പര ഇഷ്ടത്തോടെ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് കേസ് കൊടുത്തതാണെങ്കിൽ ഏത് നാറി പരിപാടിയായാലും നാറി തന്നെ വന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും അണ്ണ അങ്ങനെ അല്ലെങ്കിൽ അണ്ണ എന്തിനെണ്ണ ഇങ്ങനെ ചെയ്തത്? ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ ഇല്ലേ? പൈസ കൊടുത്ത് ആരെങ്കിലും സെറ്റ് ചെയ്താൽ പോരാന്ന് എന്തിനെണ്ണ ഇങ്ങനത്തെ ഏടാകൂടങ്ങൾ എടുത്ത് തലയിൽ വെക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഹേമ കമ്മിറ്റി വന്നപ്പോൾ അണ്ണനെ കുഞ്ഞനാക്കി എല്ലാവരും കൂടി. അണ്ണൻ പ്രകൃതി വിരുദ്ധത പരിപാടി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചെന്നും പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ണൻ നാരെ കത്താൻ കൊട്ടി. ബാക്കി എല്ലാവർക്കും പെണ്ണ് കേസ് വന്നപ്പോൾ അണ്ണന് മാത്രമാണ് നാണ് കേസ് വന്നത്. ഞാനങ്ങ് ഇല്ലാണ്ടായി. ഇപ്പൊ ഇങ്ങനെ ഇത് എന്തുവാ ഈ ഒരു ലുക്ക് വെച്ചിട്ടെങ്കിൽ അതിനുള്ള ബോധം കാണിച്ചൂടെ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അന്നങ്ങ് തൊലി ഉരിഞ്ഞു പോയി സത്യം. എല്ലാവർക്കും പെണ്ണ് കേസ്. മുകേഷ് അണ്ണനൊക്കെ ഹംബ ഹോയ് 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 എന്നുള്ള രീതിയിലായിരുന്നു. എല്ലാവർക്കും പെണ്ണ് കേസ് വന്നു, അഭിമാനമായിരുന്നു സത്യം. പക്ഷെ അണ്ണൻ മാത്രമാണ് അവിടെ മൂഞ്ചിപ്പോയത്. ആണ് കേസ് വന്നു. അതിനേക്കാളും നല്ലത് അണ്ണൻ അങ്ങ് നിന്നെടുത്തും താന്നു പോയാൽ മതിയായിരുന്നു അന്ന്. എന്തായാലും പോട്ട്. അങ്ങനെ മൊത്തത്തിൽ മൂഞ്ചിയിരിക്കുമ്പോഴാണ് അണ്ണനെതിരെ വീണ്ടും പരാതി. യുവനടി, അതായത് അണ്ണൻ വേറെ ഒന്നും ചെയ്തില്ല, ഗാരവന്റെ അകത്തോണ്ട് പോയിട്ട് പണ്ണാൻ പരിപാടി പ്ലാൻ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതിയായത്. മൊത്തം അലങ്കോലായി. നമുക്കെന്തിനാണ് ഇമ്മ ചീഞ്ഞ നാണം കെട്ട കേസുകൾ? ഇതിലേക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ഇത്ര പ്രായമില്ലേ? ഒന്നുമില്ലെങ്കിൽ അണ്ണൻ വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതാ. ഇതിന് സെപ്പറേറ്റ് സുഖമായിരിക്കും ചിലപ്പോൾ, ഈ താല്പര്യമില്ലാത്തവരെ പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ ബലാക്രമായിട്ട്. അങ്ങനെയാണെങ്കിലാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അണ്ണനെ കുറ്റമൊന്നും പറയില്ല. അതുകൊണ്ട് തക്കതായ രീതിയിലൊന്ന് അന്വേഷിക്കാം. പ്രത്യേകിച്ച് 2 മാസം കഴിഞ്ഞെന്ന് പറയുന്നു. ഇത്രയും ദിവസം ഈ പരാതി കൊടുത്തവളുടെ അണ്ണാക്കിൽ എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത്രയും ദിവസം പരാതി കൊടുക്കില്ല, ഇപ്പം ഒന്ന് പെട്ടെന്നൊരു പരാതി കൊടുക്കുന്നു. അതിന്റെ പിന്നിൽ വല്ല അജണ്ടയുണ്ടോ? ഇങ്ങനെ മൊത്തം ചവിട്ടി താഴ്ത്തിക്കൊണ്ട് വല്ല പരിപാടിയാണോ? ഇനി പൊളിറ്റിക്സ് വല്ലതുണ്ടോ? കാരണം രാഷ്ട്രീയ കളികളും കളിക്കും, പറയാൻ പറ്റത്തില്ലടേ. നമ്മളൊന്നും വിചാരിക്കുന്നതന്നല്ലേ യുവമാരെ കളികൾ. നമ്മൾ വിചാരിക്കുവായ പക്ഷെ അങ്ങനെയൊന്നുമല്ല. കളികൾ വേറെ നടക്കും അടിയിൽ കൂടിയൊക്കെ. ഇനി അണ്ണൻ പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് പരിപാടി ചെയ്തിട്ട് അണ്ണന്റെ തലയിൽ മാത്രം അടിച്ചിട്ട് കൊടുത്ത് പൈസ തട്ടിയെടുക്കാനുള്ള വല്ലതൊക്കെ ആണോ എന്ന് ദൈവത്തിന് അറിയാം. എന്തായാലും നമുക്ക് വേറെന്ന് പറഞ്ഞൂടെ, ന്യൂസിൽ വന്നത് കാണാം, നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ കുറച്ച് വോയിസ് കേൾപ്പിക്കാനുണ്ട്. പിന്നെ ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട്. അണ്ണൻ പണ്ട് എന്തോ ചെയ്തെന്ന് പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമയത്ത് വന്ന് അന്ന് മൊത്തം അലങ്കാലമാക്കി. ഇപ്പൊ അവർ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും മൂഞ്ചി തഹറാറ് അണ്ണൻ തന്നെ. അണ്ണൻ ഇത് തന്നെ വേണം. വല്ല ആവശ്യമുണ്ട്? വല്ലവളൊക്കെ ഇട്ട് പിറകെ പോകുമ്പോൾ ആലോചിക്കണം. പിന്നെ ഒരു ദിവസം കുത്തി പൊങ്ങി വരുമെന്നു. യുവനടിയുടെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുന്നു. തൊടുപുഴയിൽ വെച്ചാണ് പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പുതിയ ചിത്രത്തിലെ യുവനടിയാണ് ഈ പരാതിക്കാരി. രഞ്ജിത്ത് നിലവിൽ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. കൊച്ചിയിൽ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? തൊടുപുഴയിലും കസ്റ്റഡിയിലും ഒക്കെ ആയി. പുതിയ സിനിമയിലെ അണ്ണൻ ഡയറക്ടർ ലേവതി ഉണ്ടായിരുന്നു. അതോടെ അണ്ണൻ കാരമലിൽ കയറ്റി എന്തോ ചെയ്യാൻ നോക്കി. പൈസ ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല, ബുദ്ധി വേണമെന്നാ ബുദ്ധി. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യും അണ്ണാ, നിങ്ങൾ പരസ്പരം ഇഷ്ടത്തോടെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ട്. പക്ഷേ ഒരാളെയും കൺസെന്റ് ഇല്ലാതെ തുടരുതരെ. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ വെട്ട വേണ്ടി വിരലുകളെ അല്ലേ ചുണ്ണാമണ്ണിയെ കേട്ടാ. പോലീസ് സംഘം ഇപ്പോൾ തൊടുപുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ അവിടെ എത്തും. അതിനുശേഷം രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങും എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കൊച്ചി പോലീസിന് ഉടൻ തന്നെ തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ കൈമാറും. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും. പീഡനം നടന്നത് 2 മാസം മുമ്പാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കൂടുതൽ അവിടെയാണ് എൻ്റെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്. 2 മാസം മുന്നേ ഇത്രയും ദിവസം എവിടെയായിരുന്നു ഈ സ്ത്രീ? ഇപ്പോഴാണ് അറിഞ്ഞത് അത് ഒരു പീഡനമാണെന്ന്. ഇത്രയും ദിവസം അറിയത്തില്ലായിരുന്നോ? 2 മാസം മുന്നേ നടന്ന സംഭവം. അങ്ങനെയാണെങ്കിൽ അത് അന്ന് പ്രതികരിക്കണം. അപ്പോൾ പറയും ഓക്കെ അന്ന് ആ മെന്റൽ സ്റ്റെബിലിറ്റി അത് ഇതൊന്നും കിട്ടിയില്ല, അങ്ങനെ ഒന്നും പറ്റിയില്ല എന്നൊക്കെ പറയുമായിരിക്കും. എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ. അതിപ്പോൾ ഏതൊരു സ്ത്രീ ആയാലും നമുക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കുക, നമ്മൾ കേസ് കൊടുക്കുക, കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ ചെയ്യുക. അല്ലാതെ 2 മാസം കഴിഞ്ഞിട്ട് വന്ന് കേസ് കൊടുത്തിട്ട് പരാതിയും കൊടുത്തിട്ട് അവനെ പീപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്ക് യോജിപ്പില്ല. ഞാനത് സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി മഴവില്ലായിരിക്കും എല്ലാം ആയിരിക്കും ഓക്കെ വാട്ടവർ അങ്ങനത്തെ പരിപാടിയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടെന്ന ആരോപണങ്ങളൊക്കെ വന്ന് മൊത്തം തേഞ്ഞൊട്ടിയിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഒരു കേസ് പരിപാടി പറയുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്ന വേറെ ഒന്നുമല്ല. 2 മാസം മുന്നേ നടന്ന്, അങ്ങനെയാണെങ്കിൽ 2 മാസം മുന്നേ കൊടുക്കാതെ ഇപ്പൊ കൊടുത്ത് എന്തിനെന്നുള്ളൊരു ചോദ്യം അവിടെ വരും. മനസ്സിലായി? ആരെങ്കിലും പ്രഷർ ചെയ്തോ? അങ്ങേർക്കെതിരെ നമുക്കത് ഒത്തുതീർപ്പാക്കിയിട്ട് അടികൂടി പൈസ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ആരാണ് ഈ നടിയെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് നമുക്കറിയാൻ പാടില്ല ഇവരൊക്കെ എന്ത് അജണ്ടയുടെ പുറത്താണ് ഈ പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന്.
അതുകൊണ്ട് എനിക്ക് 2 മാസം മുന്നേ നടന്ന പരിപാടി ഇപ്പം വന്ന് കേസ് കൊടുത്താൽ എനിക്കൊരു യോജിപ്പില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. ഇപ്പം എനിക്കൊരു പ്രശ്നം ഉണ്ടായി, ഒന്നെങ്കിലും ഞാൻ സ്പോട്ടിലോ പ്രതികരിക്കണം, നിയമപരമായിട്ട് നീങ്ങണം, കാര്യങ്ങൾ ചെയ്യണം. അല്ല 2 മാസം കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ സ്പോട്ടിൽ പ്രതികരിക്കും, സ്പോട്ടിൽ കേസ് കൊടുക്കാനുള്ളതാണെങ്കിൽ കേസ് കൊടുക്കും. അല്ല 2 മാസം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് അന്നത്തെ ആ സംഭവത്തിൽ എനിക്ക് പ്രശ്നമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് 2 മാസം കഴിഞ്ഞ് കേസ് കൊടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് വേറെ അസുഖമെന്നേ ഞാൻ പറയത്തുള്ളൂ, സൂക്കേടെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ കാലത്തൊക്കെ കൊടുക്കുക. പിന്നെ വന്നിട്ട് ഒരു പ്രതികരണം എനിക്കും ഒന്നും അങ്ങനെ ഉണ്ടായി. ചില പയ്യന്മാരുടെയൊക്കെ കേസുകൾ പൊങ്ങി വരുമ്പം എനിക്കും ഒന്നും അങ്ങനെ ഉണ്ടായി, ഇങ്ങനത്തെ ഒരു വരവുണ്ട്. ഞാൻ ആദ്യമൊക്കെ അതൊക്കെ സപ്പോർട്ട് ചെയ്യാം, നോക്കിയപ്പോൾ ഇതിപ്പോൾ ശീലമാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കന്നന്തിരികളെ കാട്ടി കൂട്ടി വെച്ചിട്ട് പിന്നെ വരും എനിക്കും ഒന്നും അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേസല്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കുക. പിന്നെ വരുന്നവളുമാരൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല, എനിക്ക് സപ്പോർട്ട് ചെയ്യാനും താല്പര്യമില്ല. റോൾ തരാം എന്ന് പറഞ്ഞ് കാരവനിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതിയാണ് ഈ യുവനടി നൽകിയിരിക്കുന്നത്. ഈ നടിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു റോൾ സിനിമയിൽ നൽകാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിൽ നൽകാം എന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് ഇത്തരത്തിലൊരു ഈ ലൈംഗിക അതിക്രമം നടത്തിയിരിക്കുന്നതെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു റോള് നൽകാം ഈ സിനിമയിൽ എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചെടുത്ത് ഈ പരിപാടി ചെയ്തതെന്ന്. അപ്പം 2 മാസം കഴിഞ്ഞിട്ട് വന്ന് പ്രതികരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട റോള് നൽകാത്തത് കൊണ്ടാണോ ഇനി വന്ന് പരാതിപ്പെട്ടത്? അങ്ങനെ ഒരു ചോദ്യം അവിടെ ഉണ്ട്, ഒരു ചോദ്യമുണ്ട്. അപ്പം അന്ന് പ്രശ്നമില്ല, 2 മാസം കഴിഞ്ഞപ്പോൾ പ്രശ്നമാണെങ്കിൽ അത് എനിക്ക് കുറച്ച് പ്രശ്നമാണ്. എൻ്റെ ഒരു നിലപാട് വെച്ചിട്ട് എനിക്ക് കുറച്ച് പ്രശ്നമാണ്, എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? കാരവാനിലേക്ക് വിളിച്ചു വെച്ച് കാരവാനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തുന്നു. ഈ യുവനടി ഈ സംഭവം നടന്ന ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടി സഹപ്രവർത്തകരിൽ ചിലരോട് കാര്യം പറയുകയും DGPക്ക് പരാതി നൽകുകയും ചെയ്യുന്നു. DGP പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും കൊച്ചിയിലെ വനിതാ പോലീസ് സ്റ്റേഷനിൽ, സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. 2 ദിവസം മുൻപാണ് യുവനടിയുടെ രഹസ്യമൊഴി പോലീസ് എടുക്കുന്നത്. ഈ രഹസ്യമൊഴി എടുത്തതിന് പിന്നാലെ തന്നെ രഞ്ജിത്തിനെ കൃത്യമായി പോലീസ് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇദ്ദേഹത്തിനെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ സംഭവം നടന്ന ദിവസം, ഈ പരാതിക്ക് ആസ്പദമായ ദിവസം ഇദ്ദേഹത്തിന്റെ ലൊക്കേഷനും ഇദ്ദേഹത്തിന്റെ ആക്ടിവിറ്റികളും പോലീസ് പരിശോധിച്ച് പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രത്യേകിച്ച് ഇത്രയും പ്രമുഖനായ ഒരു വ്യക്തിക്കെതിരെ ഒരു നടപടി എടുക്കണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ പാലിച്ച വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ തിരിച്ചടിയാകുമെന്ന് പോലീസിന് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ പരിശോധനകൾ നടത്തി എല്ലാ വിധത്തിലും തെളിവുകൾ ശേഖരിച്ച ഇത്തരത്തിൽ സംവിധാനം. പോലീസ് പിടിച്ചു, അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് ഈ കുട്ടി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഇറങ്ങി ഓടിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തോ ആ സമയത്ത് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് ഇപ്പോഴാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ അല്ലാത്ത പക്ഷം ഇപ്പോൾ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ അന്വേഷിച്ചിട്ട് ആ ഒരു സംഭവമാണെങ്കിൽ നമുക്ക് യോജിപ്പില്ല. 2 മാസം മുന്നേ നടന്ന സംഭവം എന്നാണ് പറയുന്നത്. എന്തായാലും നേരെ മജിസ്ട്രേറ്റിന്റെ മുന്നേ തന്നെ കൊണ്ടുപോയി. കാരണം ചാടും എന്നുള്ള ഒരു സാധനം ഉണ്ട്. അതുകൊണ്ട് തന്നെ നേരെ മജിസ്ട്രേറ്റിന്റെ ഒക്കെ മുന്നേ കൊണ്ടുപോകുമ്പോൾ ഒന്നിൽ ആ പെൺകുട്ടിക്ക് പിടിപാട് വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങേരെ പൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അജണ്ടയാവാം, അല്ലെങ്കിൽ ഇങ്ങേര് തെണ്ടിയായതുകൊണ്ട് എടുത്തു വെച്ച് പരിപാടി അണ്ണാക്കി കൊടുത്തതാവാം. എന്തായാലും പോസിബിലിറ്റി വളരെയധികം എല്ലാത്തിലും കൂടുതലാണ്. എന്തായാലും അണ്ണൻ അന്ന് നാട്ട കേസായിരുന്നു, ഇന്ന് പിന്നെ പെണ്ണ് കേസ്, എല്ലാം കണക്ക് തന്നെ. എന്ന് പറയുന്നത് ഈ സിനിമാ പ്രവർത്തക ഈ കാരവാനിൽ എത്തുകയും അതിനകത്തെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഇവരുടെ അഭിനയം മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് ഇവരെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി. അതുമായി ബന്ധപ്പെട്ട വിരോധമാണ് ഇത്തരമൊരു പരാതിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു പരാതി. അതായത് സിനിമയിൽ മെയിൻ റോള് കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കയറ്റി, അതിനുശേഷം സിനിമയിൽ നിന്ന് തന്നെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അങ്ങനത്തെ റോളം തരാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോഴാണ് 2 മാസം കഴിഞ്ഞ് ആ പെൺകുട്ടി പരാതി കൊടുത്തതെന്നാണ് രഞ്ജിത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പെൺകുട്ടിയോട് യോജിപ്പില്ല, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യത്തുമില്ല, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ആ സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു, ആ സമയത്ത് പരാതി കൊടുക്കാതെ ഇപ്പോൾ ഒന്ന് പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ ചീഞ്ഞളിഞ്ഞ കേസാ, ഉള്ള കാര്യം പറയാല്ലേ. പരാതിക്കാരി കാരവാനിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള യുവതി കൂടി ആ വാഹനത്തിലുണ്ടായിരുന്നു എന്നും വിശദീകരിക്കുന്നു. ഈ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹത്തെ ഇപ്പോൾ അല്ല, ഞാനൊരു കാര്യം പറയാം. നാളെ ഞാനും ഒരു പെൺകുട്ടിയും തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ആവുമെന്ന് വെച്ചോ, എനിക്ക് ആ പരിപാടിക്കൊന്നും പോകാനില്ല, ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയതിനു ശേഷം ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 5-6 മാസം അല്ലെങ്കിൽ 2 വർഷമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചൊന്ന് സെറ്റപ്പ് ആകുമ്പോൾ അവൾ വന്നിട്ട് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ മൂഞ്ചും, അതുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാണോ? അല്ല, അതേ ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാനും അങ്ങോട്ടൊരു പെൺകുട്ടി യൂസ് ചെയ്തിട്ട് നാളെ ആ പെൺകുട്ടി എന്നെ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പരാതി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട്
ഈ ഒരു സംഭവം എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കേസാണ്. ചുമ്മാ ഇങ്ങനെ ഒരു 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ അന്ന് അങ്ങനെ പണിയെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുമ്പോൾ ഈ കേസ് എടുത്ത് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന പരിപാടി എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കുക കേട്ടാ, അല്ലാണ്ട് പിന്നെ വന്നിട്ട് കണവണാന്ന് പറയില്ലേ. ഇത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ്ലി. തൊടുപുഴയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനെയാണ് പിടികൂടിയത്. ഈ പിടികൂടിയ കാറ് അത് ഒരു പ്രധാനപ്പെട്ട നടനെയാണ്. ആ നടനും ഈ കാറിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. പനി സിനിമയിലടക്കം അഭിനയിച്ച നടൻ ബോബി കുര്യന്റെ കാറിൽ നിന്നുമാണ് അദ്ദേഹത്തെ പിടികൂടിയത്. ഈ സമയം ബോബി കുര്യനും കാറിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ സംഭവത്തിൽ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സഹായിച്ചതിൽ ബോബി കുര്യൻ പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് നേരിൽ വ്യക്തമാക്കിയിട്ടില്ല. ഈ സംഭവം അറിഞ്ഞതാണോ, ഈ കാര്യം അറിഞ്ഞാണോ ബോബി കുര്യൻ ഇതേതുമായി വാഹനത്തിൽ പോയതെന്ന കാര്യത്തിൽ പോലീസ് നിലവിൽ വ്യക്തത പറഞ്ഞില്ല. പക്ഷേ ഈ കാറിൽ ബോബി കുര്യൻ ഉണ്ടായിരുന്നുവെന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ കൊച്ചി സിറ്റി പോലീസ് അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം, ഈ DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ്. ഉദയംപേരൂർ CI ആണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. അവരുടെ ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അണ്ണൻ മൂഞ്ചിയില്ലേ, അണ്ണൻ്റെ അരി മൂഞ്ചി മണ്ണനെ മൂഞ്ചി ജയിലുമായി. ഇനി രഞ്ജിത്തിനെതിരായ കേസ്, ബംഗാളി നടിയുടെ പ്രതികരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമയത്ത് ഒരു ബംഗാളി നടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അങ്ങേര് മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ ആരോപണം. അവരിപ്പം വന്ന് പറയുകയാണ് കർമ്മയാണ് ആരെയും വെറുതെ വിടൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കട്ടെ, അല്ലെ പിന്നെ വന്ന് നിങ്ങൾ പ്രതികരിക്കാൻ നിൽക്കില്ല കേട്ടോ. സീരിയസ്ലി നിങ്ങൾക്ക് അപ്പോൾ പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അപ്പോൾ അത് നിയമപരമായിട്ട് നീങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ വന്നിട്ട് പ്രതികരിക്കാൻ നിൽക്കില്ല. അയ്യോ അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ നടന്ന ചാവല്യം എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു പ്രതികരണമായിട്ട് വരും കുറേ മാസം കഴിയുമ്പോൾ. അതെന്ത് ആ പ്രതികരണം എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. കർമ്മേസ ബിജ്, ഇത് നമ്മുടെ ബംഗാളി നടിയുടെ പ്രതികരണമാണ് കേട്ടോ. ഇപ്പോൾ യുവനടിക്ക് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞപ്പം പഴയ നടി രംഗത്ത്. Goes around comes around. Okay, of course. So this person Ranjit, he may be an acclaimed director. He can be, somebody who's very famous. I have no clue. Maybe he is. But essentially everything, I mean, this proves this recent incident which had come into light again. This proves that he is essentially not a good human being. He's not a good human being. Yes, of course. They are sexual predators. Wow. So for me to come forward and talk about it, it took me 15 long years. Because back then I knew no one. Social media wasn't that, relevant back then. So, and my case was kind of nullified because of this time constraint and everything, technical issue. And maybe this person, Ranjit, he thought he would go scot-free yet again. But no. Another, thanks to this actress, I don't know her name. She's come forward and alleged rape against him. So these kind of sexual predators should be put behind bars. And this should be set as an example. That women deserves respect in their job. ഇതിപ്പം ചേച്ചി എന്തോ കാര്യമായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു, നിങ്ങൾക്ക് വല്ല മനസ്സിലായി? എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും അങ്ങനെ കുറച്ച് കുറ്റമാണ്, നല്ലതല്ലെന്നോ ഉള്ളൊരു കാര്യം മനസ്സിലായി. എത്ര മനസ്സിലായി? ഇത് കൂടുതലൊന്നും മനസ്സിലാക്കണ്ട. എൻ്റെ വീഡിയോ എന്നൊക്കെ ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ട് എന്നെ പോലെ ഉള്ളവരുണ്ടെങ്കിൽ മനസ്സിലാക്കണ്ട. അല്ലാണ്ട് പിന്നെ എന്തായാലും അങ്ങനെ കുറച്ച് കുറ്റം തന്നെ കേട്ടോ, കൂടുതലൊന്നും അറിയണ്ട. ബാക്കി കേൾക്കാം. ഇത് മറ്റേ ഇങ്ങനെയാണ് കേട്ടോ, രഞ്ജിത്തിനെതിരെ സംവിധായകൻ ജോഷി. അത് നമുക്കൊന്ന് കേൾക്കാം. ജോഷി എണ്ണം പറയുന്നത് രഞ്ജിത്ത് അണ്ണനെ പറ്റിയിട്ട് കേൾക്കാം. ആണോ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ പീഡന പരിപാടിയിലാണോ എന്ന് അതായത് വിശ്വസിക്കാൻ അല്പം സമയം പിടിച്ചു. ഒരു സംഗതിയാണ് എങ്കിൽ നമുക്ക് സംശയിക്കാം. ഒന്നല്ലല്ലോ, എത്രയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒന്ന്. അതുകൊണ്ട് ഇതെല്ലാം പുറത്തു വന്ന കാര്യങ്ങളാണ്. ഇദ്ദേഹം ഇപ്പൊ പറയുന്നത് കള്ളപ്പരാതിയാണ് എന്ന് കരുതുന്ന മനുഷ്യർക്ക്, എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ ഇദ്ദേഹത്തിനെതിരെ കള്ളപ്പരാതി കൊടുക്കാനായിട്ട് ഇങ്ങനെ തിരിഞ്ഞടങ്ങുകയാണ്. അതുകൂടാതെ അന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ്. ഇങ്ങനെ കുറെ ഗൂഢാലോചന കഥകളും എനിക്കെതിരെയുള്ള കള്ളപ്പരാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യമില്ലാതാവില്ല. ഇദ്ദേഹത്തിന്റെ അന്ത്യാപരാധം സിനിമ എടുക്കുക എന്നുള്ളതാണോ പീഡനം നടത്തുക എന്നുള്ളതാണ് എനിക്ക് അറിഞ്ഞത്. എന്തെങ്കിലും കാര്യമായിട്ട് കുറെ പറയുന്നുണ്ട്. മജിസ്ട്രേറ്റിന്റെ മുന്നേ കൊണ്ടുപോയിട്ട് ഹാജരാക്കിയിട്ട് അവിടെ നന്നാക്കി കിട്ടി പിരിയും വെട്ടി ഇരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കുക അണ്ണൻ മൂഞ്ചി. എന്തായാലും ചുരുക്കി പറഞ്ഞ അണ്ണൻ മൂഞ്ചി. അമ്പാനി ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? അല്ലെങ്കിൽ അരി മൂഞ്ചും മണ്ണെണ്ണ മൂഞ്ചും.
നാളെ എല്ലാ ആണുങ്ങളും ഇത് ഫേസ് ചെയ്യേണ്ടി വരും. കർമ്മ ഇസ് എ ബേജ്. ഓക്കെ. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാര്യം, എല്ലാ ഫീൽഡിലും പെൺകുട്ടികൾ നല്ലപോലെ ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്. എന്തിന്? ബസ്സിലും ട്രെയിനിലും പോയി അവിടെയും ഇഷ്യൂസ് ഫേസ് ചെയ്യും. പെൺപിള്ളേരാണ് നല്ലപോലെ കാമക്കടവങ്ങളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ കുറച്ച് വിഷയമാണ്. ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ശടപടയെന്ന് കൊണ്ടുപോകുന്ന പെൺപിള്ളേരുണ്ട്. അല്ലാണ്ട് കഴിവ് കൊണ്ട് മുന്നേറി വരണമെന്ന് ആഗ്രഹിക്കുന്ന പെൺപിള്ളേരുണ്ട്. സിനിമയുടെ കേസ് പറയുമ്പോഴാണ് കേട്ടോ. അങ്ങനെ വരുന്നവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അല്ലാത്തവർക്കൊക്കെ കയറിപ്പോവാം. ഇതുപോലെ ഓരോരുത്തന്മാർക്ക് കാഴ്ച വെച്ചു കൊടുത്ത് കയറിപ്പോകുന്നവരും ഉണ്ട്. ഇതുപോലെ ഓരോരുത്തന്മാരുടെ അടുത്തുനിന്ന് മോശം അനുഭവങ്ങളും ഉണ്ട്. എല്ലാം വിട്ടെറിഞ്ഞിട്ട് പോകുന്ന പെൺപിള്ളേരും ഉണ്ട്. പിന്നെ പല രീതിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും സൂക്ഷിക്കുക. പെൺപിള്ളേരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. അവസാനം വല്ലതും സംഭവിച്ചിട്ട് കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ പിടിച്ച് ഒരു മേക്കണമെന്ന് പറയും. നമുക്ക് പറയണമല്ലോ. എന്തൊക്കെയായാലും രഞ്ജിത്ത് മൂഞ്ചി, ഹരി മൂഞ്ചി, എന്ത് മൂഞ്ചി, മണ്ണെണ്ണ മൂഞ്ചി. അണ്ണ സൂക്ഷിക്കണ്ടേ ഇതൊക്കെ. അമ്പാനെ എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഞാനത് കൺഫേം ആയിട്ട് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ ആ പെൺകുട്ടി പ്രതികരിച്ചതെന്നല്ല, 2 മാസം കഴിഞ്ഞിട്ടാണ് വന്ന് പ്രതികരിക്കുന്നത്. അതിൻ്റെ ഒരു ലോജിക്ക് തന്നെ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ പ്രതികരിക്കേണ്ട ഇപ്പൊ പ്രതികരിച്ചിരിക്കും. പിന്നെ എന്ത് തേങ്ങ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം. ബൈ.